നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു ബൗളിംഗ് പ്രകടനമാണ് ഹർഷിത് റാണ അവസാന ഓവറിൽ കുഷ്ടിൽ ഷായെ പോലുള്ളൊരു ബാറ്റർ നിൽക്കുമ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ബൗളർമാർ അവരുടെ ജോലി ഭേദപ്പെട്ട രൂപത്തിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി എല്ലാം ബാറ്റർമാരുടെ കയ്യിലാണ്. 241 എന്നുള്ളതൊരു വലിയ സ്കോറല്ല. പക്ഷേ ഈ പിച്ച് സ്ലോ ആണ്. രണ്ടാം ഇന്നിങ്സിൽ അത് കൂടുതൽ സ്ലോ ഡൗൺ ആവുകയും ചെയ്യും. റൺ എടുക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. എങ്കിൽ പോലും ഇതൊരു വലിയ സ്കോറല്ല. 270 280 ഒക്കെ പാകിസ്ഥാൻ അടിച്ചിരുന്നെങ്കിൽ സംഗതി ബുദ്ധിമുട്ടായേനെ. ഇതിപ്പോൾ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്താൽ എത്തിപ്പിടിക്കാവുന്ന സ്കോറേ ഉള്ളൂ. അതും നമ്മുടെ ഹിറ്റ്മാനും ഗില്ലും ചേർന്നൊരു തട്ടുപൊളിപ്പൻ തുടക്കം അങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് ഒന്നും കൈപ്പിടിയിലാക്കാൻ കഴിയുകയുമില്ല. എന്തായാലും മനസാന്നിധ്യത്തോടു കൂടി കളിക്കേണ്ടതുണ്ട്. അതിന് KL രാഹുലും വിരാട് കോഹ്ലിയും ഒക്കെ സുപ്രധാന റോള് വഹിക്കേണ്ടതുണ്ട്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷെ നമ്മുടെ ടീമിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ കളിയുള്ളത്. ടോസ് ലഭിച്ച പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇമാമുല്ലക്കും ബാബർ അസവും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ബാബർ പതിയെ ടച്ചിലേക്ക് വന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ മടക്കിവിട്ടത് ഇന്ത്യക്ക് ഗുണമായി. ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ KL രാഹുൽ പിടിച്ച് പുറത്താകുമ്പോൾ 26 പന്തുകൾ നേരിട്ട ബാബറിൻ്റെ പേരിൽ 23 റൺസാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 5 ഫോറുകൾ നേടിയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതേസമയം ഇമാമുൽ ഹക്ക് 26 പന്തിൽ നിന്ന് 10 റൺസാണ് എടുത്തത്. ഇല്ലാത്ത റണ്ണിനോടി അക്സർ പട്ടേലിൻ്റെ കിടിലൻ ത്രോയിൽ റണ്ണൗട്ട് ആവുകയായിരുന്നു. പിന്നെ സൗദ് ഷക്കീലും മുഹമ്മദ് റിസ്വാനും ചേർന്നുകൊണ്ട് ടീമിനെ റീബിൽഡ് ചെയ്യാനുള്ള ശ്രമം. ഒരുപാട് പന്തുകൾ എടുത്തെങ്കിലും അവരൊടുവിൽ പതിയെ കാര്യങ്ങൾ പാകിസ്ഥാൻ അനുകൂലമാക്കി കൊണ്ടുവരികയായിരുന്നു. എന്നാൽ മുഹമ്മദ് റിസ്വാനെ ബൗൾഡാക്കിക്കൊണ്ട് അക്സർ പട്ടേൽ ആ കൂട്ടുകെട്ട് പൊള്ളിക്കുന്ന കാഴ്ച. 77 പന്തുകളിൽ നിന്ന് 46 റൺസാണ് മുഹമ്മദ് റിസ്വാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സൗദ് ഷക്കീലും മടങ്ങി. സൗദ് ഷക്കീൽ 76 പന്തിൽ നിന്ന് 62 റൺസ് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ അക്സർ പട്ടേൽ പിടിച്ചാണ് പുറത്തായത്. പിന്നെ അപകടകാരികളായിട്ടുള്ള സൽമാൻ അലി ആഗ, അതുപോലെ ത്വയ്യിബ് താഹിർ തുടങ്ങിയവരൊന്നും വലിയൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ തന്നെ പോയി. സൽമാൻ അലി ആഗ 24 പന്തിൽ നിന്ന് 19 റൺസ് എടുത്തപ്പോൾ ത്വയ്യിബ് താഹിർ 6 പന്തിൽ നിന്ന് 4 റൺസാണ് എടുത്തത്. എന്തായാലും കുഷ്ദിൽ ഷാ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഷഹീൻ ഷാ അഫ്രീദി ഗോൾഡൻ ഡക്ക് ആവുന്ന, അതായത് അവിടെ ബൗൾഡാക്കി വിടുന്നത് നമ്മുടെ കുൽദീപ് യാദവാണ്. കുൽദീപ് ഒരു ഹാട്രിക് ബോളൊക്കെ അവിടെ എറിയിക്കുന്നത്. അതായത് സൽമാൻ അലി ആഗയെയും അതുപോലെ തന്നെ ഷഹീൻ ഷാ അഫ്രീദിയെയും അടുത്തടുത്ത പന്തുകളിൽ പറഞ്ഞു വിട്ടുകൊണ്ടായിരുന്നത്. നസീം ഷാ 16 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ചു. ഹാരിസ് റൌഫ് 8 റൺസ് അടിച്ചു. അവസാനം അദ്ദേഹം റണ്ണൌട്ടായി. എന്തായാലും കുഷ്ദിൽ ഷാ ചില ശ്രമങ്ങളൊക്കെ നടത്തി 2 സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരുന്നു. ഒടുവിൽ അവസാന ഓവറിൽ അദ്ദേഹം പുറത്തായി. അവസാന ഓവറിൽ ഒറ്റ റണ്ണ് പോലും പാകിസ്ഥാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. 39 പന്തിൽ നിന്ന് 38 റൺസാണ് കുഷ്ദിൽ ഷായുടെ വകയുണ്ടായിരുന്നത്. ഇന്ത്യൻ ബൗളർമാർ മുഹമ്മദ് ഷാമി 8 ഓവറിൽ 43 റൺസ് വിട്ടുകൊടുത്തു, വിക്കറ്റില്ല. ഹർഷിത് റാണ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 7.4 ഓവറുകളിൽ 30 റൺസ് ഒരു വിക്കറ്റ്. ഹാർദിക് പാണ്ഡ്യ നന്നായി ബൗൾ ചെയ്തു. 8 ഓവറിൽ 32 റൺസ് 2 വിക്കറ്റ്. അക്സർ പട്ടേൽ 10 ഓവറിൽ 49 ഒരു വിക്കറ്റ്. കുൽദീപ് യാദവ് വിക്കറ്റുകൾ പിഴുതെടുക്കുന്ന കാഴ്ച. ഒരു റിസ്റ്റ് സ്പിന്നർ ഉണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചാൽ അത് ലോവർ ഓർഡർ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുൽദീപിനെ അവസാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ച കണ്ടു. 9 ഓവറിൽ 40 റൺസ് അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. രവീന്ദ്ര ജഡേജ 7 ഓവറിൽ 40 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. എന്തായാലും 242 റൺസാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത്. അതിലേക്ക് നമ്മുടെ ചുണക്കുട്ടികൾ ഇരച്ചെത്തുമെന്ന പ്രതീക്ഷയോടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.